ഇവിടെ ഖേദപ്രകടനത്തിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടേയില്ല. കടയ്ക്കൽ ദേവീക്ഷേത്രം എന്നുള്ളത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ക്ഷേത്രവും വളരെ പ്രശസ്തമായ കടയ്ക്കൽ തിരുവാതിര എന്ന പരിപാടി ഉൾപ്പെടെ നടക്കുന്ന ആരാധനാലയവുമാണ്. അവിടെ ധാരാളം കരകളുള്ള ഒരു ക്ഷേത്രമാണ്. കരകൾ മാത്രമല്ല, ചില സംഘടനകളും അവിടെ പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെ വ്യാപാരി വ്യവസായികൾ അവരേതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെതോ ആയി വരുന്ന ഒരു പ്രസ്ഥാനമല്ല. അതുപോലുള്ള നിരവധി സംഘടനകൾ കടയ്ക്കൽ ക്ഷേത്രത്തിൽ ഉത്സവ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അത് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഒരു പരിപാടിയല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ല, ഈ ക്ഷേത്രത്തിന് വെളിയിൽ നടന്ന പരിപാടി, ഉത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ നടക്കുന്നത് ക്ഷേത്രത്തിന് പുറത്താണ്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ ആ ക്ഷേത്ര മൈതാനത്തേക്ക്, ആ ക്ഷേത്ര ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെടുന്ന ആളുകളും ഒക്കെ അവിടേക്ക് എത്തുമല്ലോ കലാപരിപാടി കാണാൻ. അപ്പോ താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ പതാകയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോ വോളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. DYFIയുടെയും പതാകകൾ ഏതെങ്കിലും ഒരു ക്ഷേത്ര പരിപാടിക്ക് ഇങ്ങനെ രാഷ്ട്രീയ കക്ഷികളുടെ CPIMന്റെയോ DYFIയുടെയോ എന്നല്ല, ഏത് പാർട്ടിയുടെയും ആവട്ടെ, പതാക ഇങ്ങനെ ഇത്തരത്തിൽ കാണിക്കുന്നത്, പതാകകൾ ഈ തരത്തിൽ ഷോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അതിനുള്ള വേദിയല്ല അത് എന്നുള്ളത് സാമാന്യമായി തിരിച്ചറിയാം. അഭിലാഷ് കണ്ടിട്ടില്ല, ഞങ്ങളൊക്കെ അത് കാണുന്നുണ്ട്. എവിടെ? അഭിലാഷ് കാണുന്നില്ല എന്നുള്ളത് എൻ്റെ കുറ്റമല്ല, ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പറയട്ടെ, പകരത്തിന് പകരം പറയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ചിഹ്നങ്ങളോ പതാകകളോ ആരാധനാലയങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നയമാണ് CPIMനുള്ളത്. മറ്റാരും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ആ നിരീക്ഷണം തെറ്റാണ് സാർ. ആരും ഉപയോഗിക്കാതിരിക്കുന്നില്ല. ക്ഷേത്രങ്ങൾ വർഗീയവാദികൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. RSSന്റെ കൊടി ഉയരാത്ത എത്ര ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ? ഏത് കോടതിയാണ് കാണുന്നത്? RSSന്റെ കൊടി ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിൽ അതിൻ്റെ പരിസര പ്രദേശത്ത് കെട്ടുകയും അമ്പല കമ്മിറ്റിയുടെ ചെലവിൽ തന്നെ അത് ലൈറ്റിംഗ് ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ആരാധനാലയം RSSന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിന് മറുപടിയായിട്ട് പറയല്ല. ഇത് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു വരികയാണ്. ഇത് CPIM അവിടെ കൊടി ഉയർത്തിയതല്ല. എന്താണ് സംഭവിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അറിയണം. അലോഷി പാടുന്നത് കേരളത്തിലെല്ലായിടവും അദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മെലഡീസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പഴയകാല സിനിമാ ഗാനങ്ങളും പഴയകാല നാടക ഗാനങ്ങളും കേരളത്തിൽ പാടി പതിഞ്ഞിട്ടുള്ള ഗാനങ്ങളുമൊക്കെ ആളുകൾ അലോഷിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആ മെലഡീസ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, അതൊരു പുതിയ ശൈലിയിൽ ആവിഷ്കരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ വന്ന് പാടിയത് ഗൗരി ലക്ഷ്മിയാണ്. ഗൗരി ലക്ഷ്മിയുടെ ബോഡി മാനറിസമൊക്കെ കേരളം ശ്രദ്ധിക്കുന്നതാണല്ലോ. അതിന് ആരാധകരുമുണ്ട്, വിമർശകരുമുണ്ട്. അവരും വന്ന് ഇതേപോലുള്ള പാട്ടുകൾ പാടി. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, CPIMോ മറ്റുള്ളവരോ ഇത് പ്ലാൻ ചെയ്തോടെ കൊടി കാണിച്ചതല്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൊടി കണ്ടു, ശരിയാണ്. അതിനെ വിമർശിക്കുന്നതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ പാട്ട് പാടിയപ്പോൾ എന്തിനു കാണിച്ചു ചോദ്യം വരാം. പക്ഷെ സംഭവിച്ചത് എന്താ? അല്ല, കേൾക്ക്, ഈ തരത്തിൽ പ്രദർശിപ്പിക്കപ്പെടാൻ പാടില്ലായിരുന്നു എന്ന കാര്യം അങ്ങ് എഗ്രി ചെയ്യുമല്ലോ. RSSന്റെ ആയിക്കൊള്ളട്ടെ, മറ്റാരുടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതായിക്കൊള്ളട്ടെ. അതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ക്ഷേത്രോത്സവത്തിൽ എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളും പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രോത്സവത്തിൽ പാർട്ടി പതാകകൾ ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചത് ആ നിലയ്ക്കുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായത് തെറ്റായിപ്പോയി. ആ തെറ്റായിപ്പോയി എന്ന കാര്യത്തിൽ ആർക്കാണ് ഒരു സംശയം ഉണ്ടാവേണ്ടത്? കൊടി കണ്ടപ്പോൾ മാത്രം ഈ വിമർശനം ഉന്നയിക്കുന്നതിന്റെ ന്യായം എന്താണ്? അല്ല, ആരുടെ കൊടി നേരത്തെ അവസാനിപ്പിച്ചിട്ട് അതിലേക്ക് വരാം. ആര് വിമർശിച്ചു? നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ RSSന്റെ കൊടി അമ്പലത്തിൽ കാണിക്കുന്നു പറഞ്ഞു ഒരു ദിവസം അമ്പലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിങ്ങളുടെ ചാനൽ ചർച്ച നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ചാനൽ ചർച്ച നടത്തിയിട്ടുണ്ടോ? കൊടി കാണിച്ചു എന്ന് പറഞ്ഞു. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റതിന് ശേഷം അന്നത്തെ ദേവസ്വം മന്ത്രി ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖകൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച സമയത്ത് P. ജയരാജൻ അടക്കം പങ്കെടുത്ത് ചർച്ച നടന്നിട്ടുണ്ട്. ഇപ്പോഴും ക്ഷേത്രത്തിൽ RSSന്റെ കൊടി ഉണ്ടെങ്കിൽ, ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖ ഉണ്ടെങ്കിൽ ഞാനാണോ മറുപടി പറയേണ്ടത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവർ ഉത്തരം പറയണം. സർക്കാരിന് അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നല്ലോ. പാടില്ല എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത്. ആ തീരുമാനത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ? അത് നിങ്ങളല്ലേ നടത്തേണ്ടത്. ക്ഷേത്രം ഭരിക്കുന്ന ആളുകൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരാ ഭരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ RSS കൊടി പൊക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണമെന്ന് അദ്ദേഹം പറഞ്ഞാട്ടെ കേട്ടോ.
അല്ല, നിങ്ങളുടെ ചർച്ചയിൽ എന്താ അത് വരാത്തെന്നാ ചോദിച്ചേ? ചർച്ച ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ CPM-നെ മാത്രം നന്നാക്കി എടുത്താൽ മതിയോ? അല്ലല്ല, ചർച്ച ചെയ്യേണ്ട സന്ദർഭങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടില്ല മാഷേ. നിങ്ങൾ തെളിയിക്കണോ? RSS ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പതാക ഇപ്പോഴും ഈ സെക്കൻഡിലും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പതാക ഉയർത്തുന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലും അവർ പതാക കെട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് CPM-ന്റെ പരിപാടിയെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ദേവസ്വം ബോർഡ് ആരാണ് ഭരിക്കുന്നത്? കഴിഞ്ഞാൽ ഏത് പാട്ടിനും അലോഷി ഇന്നത്തെ കാലത്ത് മ്യൂസിക്കും വിഷ്വലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഒരു പാട്ട് പാടാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ പാട്ട് പാടുമ്പോൾ ആ വിഷ്വൽ സ്ക്രീനിൽ തെളിയും, LED വാളിൽ തെളിയും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടാണത്. അത് CPM-കാരവിടെ ഞങ്ങളുടെ കൊടി കാണിക്കണം, DYFI ഞങ്ങളുടെ കൊടി കാണിക്കണം എന്ന് അവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. അലോഷിയുടെ പാട്ടിനകത്ത് ഏത് പാട്ട് പാടിയാലും ആ പാട്ടിനെ ബന്ധപ്പെടുത്തുന്ന വിഷ്വൽസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സംഭവിച്ചതാ അത്. കടക്കൽ ദേവീക്ഷണ നല്ല സ്വാധീനമാണ് കടക്കൽ. ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് CPM-ന്റെ പതാക കാണിച്ചിട്ട് വലിയ മൈലേജ് ഉണ്ടാക്കണ്ട. അല്ല, അതിപ്പോ എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ ഹിന്ദുത്വ പോപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് നാട്ടിൽ, എച്ച് പോപ്പ് എന്നറിയപ്പെടും. അപ്പോൾ അങ്ങനത്തെ അതിന്റെ ഒരു ഗായകനെ ഒരു RSS-ന് സ്വാധീനമുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ, ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവരുടെ കച്ചുവയും മറ്റു പാട്ടുകളും ഒക്കെ അങ്ങ് പാടിപ്പിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് അതപ്പോ അവര് പാടിയ പാട്ടല്ലേ, ഗായകൻ കൊണ്ടുവന്ന് CD ഇട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുവോ? ഇത് അങ്ങനെയല്ലല്ലോ സംഭവിച്ചേ. അങ്ങാണ് അങ്ങനെ വിശദീകരിച്ചത്. അലോഷി എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ് പാടുന്നത്, ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യേണ്ട വിഷയം പുള്ളി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ എക്സ്പോപ്പുകാരൻ വന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തിൽ പാടിയാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ? അവസാനം ശ്രീ അഭിലാഷൻ അറിയാമല്ലോ, അത് ചെങ്കൊടി എടുത്ത് കാണിക്കുകയാണ്. അതൊക്കെ രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും പാർട്ടി പൊളിറ്റിക്സിന്റെ പേരിൽ ആരെങ്കിലും കണ്ടോ? ഒരു കാരണവശാലും ക്ഷേത്രങ്ങളിൽ പാർട്ടി പൊളിറ്റിക്സ് പാടില്ല. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. അതിനോടൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറയുക ചെയ്തത്. അതുകൊണ്ട് അത് ന്യായീകരിക്കത്തക്കതാണ്. അതിൻ്റെ പിറകിൽ പതാകകൾ കണ്ടത് ന്യായീകരിക്കത്തക്കതാണെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. അത് സംഭവിച്ചതിൻ്റെ കാര്യം പറയുകയാണ് ചെയ്തത്. അവിടെ രാഷ്ട്രീയം വളർത്താൻ അമ്പലം ഉപയോഗിക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ ക്ഷേത്രത്തിനകത്ത് വിശ്വാസികളെയും ആരാധകരെയും സഹായിക്കാനുള്ള ഇടപെടലല്ലാതെ ദ്രോഹിക്കാനുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തുന്നില്ല. ഏത് ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിലും അങ്ങനെ തന്നെയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് അതല്ല. ശരി, അങ്ങനെയെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് സമ്മതിക്കുമല്ലോ. അങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞ വർഷം മറ്റൊരു ഗായികയുടെ സോങ്ങും സമാനമായ വിധത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആവർത്തിച്ചുള്ള 2 വർഷങ്ങളിലും ഇങ്ങനെ ഉണ്ടായല്ലോ. അപ്പൊ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആയിക്കോട്ടെ, എല്ലാ വർഷങ്ങളിലും എല്ലാ വർഷങ്ങളിലും ഇങ്ങനെയാണ് എങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് അംഗീകരിക്കുകയും ഇനി അങ്ങനെ ഉണ്ടാകില്ല നടത്തിയാൽ ആ ഗാനമേളയ്ക്ക് വന്നിരിക്കുന്ന ഒരു പാട്ട് ആവശ്യപ്പെട്ടാൽ ഗായകൻ പാടും. പക്ഷെ ഇതുപോലെ ലൈറ്റ് സെറ്റിംഗ് ഇല്ലായിരുന്നു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏത് പാട്ടും പാടും, വിപ്ലവഗാനം പാടും. സിനിമയിലൊക്കെ ധാരാളം വിപ്ലവഗാനം ഉണ്ട്. ഇപ്പൊ കോടതി നിരീക്ഷണത്തിൽ തന്നെ വിപ്ലവഗാനം പാടില്ല, സിനിമാ ഗാനം പാടാൻ പാടില്ല. സിനിമയിൽ എത്രയാ ഭക്തിഗാനങ്ങൾ? കേരളത്തിലെ സിനിമാ ലോക സംഭാവന ചെയ്ത അത്ര ഭക്തിഗാനം വേറെ ഏത് മേഖലയിലും പ്രശ്നം. അപ്പൊ നമ്മൾ നിരീക്ഷണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതും കൂടി പരിഗണിക്കണം. അല്ല, ഒരു ക്ഷേത്രത്തിൽ, ക്ഷേത്രമോ പള്ളിയോ മോസ്കോ എന്തും ആവട്ടെ, ഏത് ആരാധനാലയമാവട്ടെ, അവിടെ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ വേദിയായി ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ ഇടം മാറുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അങ്ങ് പൂർണ്ണമാക്കാൻ സമ്മതിച്ചില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എന്ത് ജാഗ്രത കാണിക്കും? അതാണ് എന്റെ ചോദ്യം. പ്രൊപ്പഗൻഡയ്ക്ക് വേദിയായിട്ട് ഒരു ആരാധനാലയം മാറിക്കൂടാ. നല്ല പോയിന്റ്. ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതുകൊണ്ടാണ് താങ്കളും മറ്റു പലരും ഉറച്ചു നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ആരാധനാലയങ്ങൾ വർഗീയമായിട്ടും മറ്റും ഉപയോഗിക്കുമ്പോഴും മതപരമായ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഉപയോഗിക്കുമ്പോഴും അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ യാതൊരു പ്രശ്നവുമില്ല. അത് ചുവന്ന കൊടിയായി പോയതുകൊണ്ട് മാത്രം ചർച്ച ചെയ്യുന്നതിനോടെ ഉള്ളൂ വിയോജിപ്പ്. അല്ലാതെ ചുവന്ന കൊടി കാണിക്കുന്നത് എന്റെ ചോദ്യം ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത കാണിക്കുമോ എന്നുള്ളതായിരുന്നു. അങ്ങ് അത് അഡ്രസ് ചെയ്തില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖ പറ്റില്ല എന്ന് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ദേവസ്വം ബോർഡ് തീരുമാനിക്കണം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ദേവസ്വം മന്ത്രി ഇത് പ്രഖ്യാപിക്കുകയും ദേവസ്വം ബോർഡ് അങ്ങനെ ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും ഉണ്ട്. അപ്പൊ അങ്ങ് ഇതിപ്പോ ദേവസ്വം ബോർഡ് ക്ഷേത്രമാണല്ലോ, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ അങ്ങ് പറയുന്നത് ആ ക്ഷേത്രങ്ങളിലൊക്കെ നിർബാധം ഈ പറഞ്ഞ RSSന്റെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ അതിൽ ആരാണ് കുറ്റക്കാർ? ആർക്കാണ് അവിടെ വീഴ്ച വന്നിട്ടുള്ളത്? ഇത് ഒഴിവാക്കുമെന്ന് പറഞ്ഞ നിങ്ങളാണ് അതും ഉത്തരം പറയേണ്ടത്. അതിനും
വ്യക്തത വരുത്തേണ്ടത് ഞാനല്ല. ഇവിടിപ്പോ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു മാധ്യമമല്ലേ ഈ ചർച്ച നടത്തുന്നത്. നിങ്ങൾ അന്നേരം എന്താണ് മുഖം തിരിഞ്ഞു നിന്നാണ് ഞാൻ ചോദിച്ചേ. എന്നേരം അല്ലെങ്കിൽ നാളെ നിൽക്കും. ഇപ്പോഴും നടക്കുന്നുണ്ടത്, നാളെ നടക്കും. അങ്ങനെ ഇപ്പോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതാവട്ടെ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി കാണിച്ചു, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പാട്ടുപാടി എന്നുള്ളതല്ല പ്രശ്നം. കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് അസ്വസ്ഥത. അങ്ങനെ വിചാരിക്കണ്ട. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയുടെ വേദി ആവേണ്ടതല്ലല്ലോ പൊതു ആരാധനാലയങ്ങൾ. പൊതുവാണ്. അത് എല്ലാ മനുഷ്യർക്കും ഒന്നാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പ്രോപ്പഗൻഡ ആരംഭിക്കുമ്പോഴാണ് ചോദ്യം ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയുടെ ആയാലും പ്രശ്നമാണ്. അപ്പോ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ് അത് മൊത്തത്തിലെടുത്ത് ചർച്ച ചെയ്യണം. അങ്ങനെ തന്നെയാണ്. സിപിഎമ്മിന്റെ മാത്രമായിട്ട് എടുത്ത് ചർച്ച ചെയ്തത്. സിപിഎമ്മിന്റേതാണല്ലോ ഇപ്പൊ ഉദാഹരണം ഉള്ളത്. കടക്കൽ ദേവീക്ഷേത്രത്തിൽ ഉണ്ടായത് എല്ലാം ആണ് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പാടില്ല എന്നുള്ളതല്ല. ക്യാമറ ഇല്ലേ ഇരിക്കുന്നേ, എന്റെ ചോദ്യം അല്ല, വിഷ്വൽ അയച്ചോളൂ, കാണിക്കാം. എന്റെ ചോദ്യം എന്റെ ചോദ്യം രാഷ്ട്രീയ പ്രചാരണത്തിന് ആരാധനാലയങ്ങൾ വേദിയാകാതിരിക്കാനുള്ള എന്ത് ജാഗ്രത ഈ സംഭവത്തെ തുടർന്ന് കാണിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിന്റെ വേദിയാക്കാൻ ഒരു ആരാധനാലയത്തോടും CPM ഒരു സമീപനം സ്വീകരിക്കില്ല. പാർട്ടി പൊളിറ്റിക്സിന്റെ വേദിയാക്കാൻ ഒരാരാധനാലയവും വേണ്ട എന്നുള്ള നിലപാടാണ് ഞങ്ങൾ. ഒരാരാധനാലയത്തിലും പാർട്ടി രാഷ്ട്രീയം വേണ്ട. അതിനോട് യോജിപ്പാ.